5ാം ക്ലാസ് അറബിക് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠം നമ്മൾ എടുത്തു. ഇനി അതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേജ് നമ്പർ 14. നുഇദ്ദു റിസാലത്തൻ ഖസീറത്തൻ ലിതഹ്നിഅത്തി റയ്യാൻ. റയ്യാനെ അനുമോദിക്കാൻ വേണ്ടി നമുക്ക് SMS ഉണ്ടാക്കാം. നുഇദ്ദു നമുക്ക് തയ്യാറാക്കാം. റിസാലത്തൻ ഖസീറത്തൻ ഷോർട്ട് മെസ്സേജുകൾ തയ്യാറാക്കാം. നമ്മൾ ഫോണിലൊക്കെ അയക്കുന്ന മെസ്സേജുകൾ. ലിതഹ്നിഅത്തി റയ്യാൻ, എന്തിനു വേണ്ടിയാണ് മെസ്സേജ്? ലിതഹ്നിഅത്തി, അനുമോദിക്കാൻ വേണ്ടി. റയ്യാനെ അനുമോദിക്കാൻ വേണ്ടി മെസ്സേജുകൾ ഉണ്ടാക്കാം. റയ്യാനെ എന്തിനാണ് അനുമോദിക്കുന്നത്? റയ്യാൻ ആഫ്രിക്കയിലെ വെള്ളം കിട്ടാത്ത ആളുകൾക്ക് വേണ്ടി കിണർ കുഴിച്ചു കൊടുത്തു. അതുകൊണ്ട് റയ്യാനെ അനുമോദിച്ചുകൊണ്ട് മെസ്സേജ് ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് ഒരു മെസ്സേജ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതേ രൂപത്തിലാണ് ഉണ്ടാക്കേണ്ടത്. റയ്യാൻ അൻത നജ്മുന അല്യൗം, നീയാണ് ഞങ്ങളുടെ ഇന്നത്തെ താരം. റയ്യാൻ അൻത നജ്മുന, നീ ഞങ്ങളുടെ താരമാണ്, സ്റ്റാറാണ്. അല്യൗം, ഇന്ന് നീ ഞങ്ങളുടെ സ്റ്റാറാണ്. ഇതേപോലെ കുറച്ച് മെസ്സേജുകൾ നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ത്വാലിബുൻ മിസാലിയുൻ, ഐഡിയൽ സ്റ്റുഡൻറ്റ്, മാതൃകാ വിദ്യാർത്ഥി, മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന വിദ്യാർത്ഥി. പിന്നെയുള്ളത് മുംതാസ്, എക്സലൻറ്റ്, മികച്ചത്. അടുത്തത് ബാറക്കല്ലാഹു ഫീക്ക, ഗോഡ് ബ്ലെസ് യു, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ ഷോർട്ട് മെസ്സേജുകൾ, SMS ഉണ്ടാക്കാമെന്ന് നോക്കാം. അൻത ത്വാലിബുൻ മുംതാസുൻ, നീ മികച്ചൊരു സ്റ്റുഡൻ്റാണ്. യു ആർ എൻ എക്സലൻറ്റ് സ്റ്റുഡൻറ്റ്. അൻത ഖുറത്തു അയുനിന, നീ ഞങ്ങളുടെ കണ്ണിലുണ്ണിയാണ്. ഖുറത്ത് അയുൻ മീൻസ് കണ്ണിലുണ്ണി. അൻത ത്വാലിബുൻ മിസാലിയുൻ, നീ ഒരു ഐഡിയൽ സ്റ്റുഡൻ്റാണ്. യു ആർ എൻ ഐഡിയൽ സ്റ്റുഡൻറ്റ്. ബാറക്കല്ലാഹു ഫീക്ക, ഗോഡ് ബ്ലെസ് യു, അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ. ലാ നൻസ ജുഹദക അബദൻ, നിന്റെ പരിശ്രമം ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ലാ നൻസ, ഞങ്ങൾ മറക്കുകയില്ല. വി നെവർ ഫോർഗെറ്റ്. ജുഹദക, യുവർ എഫേർട്ട്, നിന്റെ പരിശ്രമം. അബദൻ, ഒരിക്കലും. നെവർ. ഇതേ രൂപത്തിൽ മെസ്സേജുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അടുത്ത തംരീൻ. നുലാഹിദു അൽ കലിമാത്തിൽ മുലവ്വനത വനതഅറഫു, നിറം നൽകപ്പെട്ട വാക്കുകൾ നമുക്ക് നിരീക്ഷിച്ച് മനസ്സിലാക്കാം. ഇവിടെ കുറേ സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസുകളിൽ ചില വാക്കുകൾക്ക് ചുവന്ന നിറം നൽകിയിരിക്കുന്നത് കാണാം. ആ വാക്കുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് ഒരു മേശയും അതിൻ്റെ മേലെ ഒരു പുസ്തകവുമാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അലത്താവിലത്തി കിതാബുൻ, താവിലത്ത് മീൻസ് മേശ, കിതാബുൻ പുസ്തകം. അപ്പോൾ അലത്താവിലത്തി കിതാബുൻ, താവിലത്തിൻ്റെ മേൽ കിതാബുണ്ട്, മേശയുടെ മേൽ പുസ്തകമുണ്ട്. അല എന്ന് പറഞ്ഞാൽ എന്താണ്? മേൽ. അലത്താവിലത്തി, മേശയുടെ മേൽ കിതാബുൻ പുസ്തകമുണ്ട്. ഇനി തദ്ഹബു ത്വാലിബത്തു ഇലൽ മദ്രസത്തി, വിദ്യാർത്ഥിനി സ്കൂളിലേക്ക് പോകുന്നു. തദ്ഹബു, പോകുന്നു. അത്വാലിബത്തു, വിദ്യാർത്ഥിനി, ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഫിൽ ബുസ്താനി അസ്ഹാറുൻ, ഇതൊരു പൂന്തോട്ടമാണ്. ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ, അസ്ഹാറുൻ, പൂക്കളുണ്ട്. ഫിൽ ബുസ്താനി അസ്ഹാറുൻ, പൂന്തോട്ടത്തിൽ പൂക്കളുണ്ട്. അടുത്തത് യർജിഉൽ വാലിദു മിനൽ മസ്ജിദി, പിതാവ് പള്ളിയിൽ നിന്നും മടങ്ങുന്നു. യർജിഉ, മടങ്ങുന്നു. അൽ വാലിദു, പിതാവ്, മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്നും. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന നിറം നൽകപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അല, ഇല, ഫി, മിൻ, ഇത്രയുമാണ്. ഈ 4 വാക്കുകളാണ് പഠിച്ചത്. എന്താണ് ഈ 4 വാക്കുകളുടെ പ്രത്യേകത?
ഈ വാക്കുകളൊക്കെ ഹർഫുകളാണ്. എന്താണ് ഹർഫുകൾ? അറബി ഭാഷയിൽ പദങ്ങൾ, വാക്കുകൾ 3 വിധമാണ്. ഒന്ന് ഇസ്മ്, രണ്ടാമത്തത് ഫിഅല്, മൂന്നാമത്തത് ഹർഫ്. ഇസ്മ എന്ന് പറഞ്ഞാൽ നൗണ്, പേരുകൾ, വസ്തുക്കളുടെ പേരുകൾ, ആളുകളുടെ പേരുകൾ, അങ്ങനെ ഒക്കെ ഇസ്മാണ്. കിതാബ് പുസ്തകം, താവിലത്ത് മേശ, അർള് ഭൂമി, സമാ ആകാശം, മാ വെള്ളം, മുഹമ്മദ് അഹമ്മദ്, ഇങ്ങനെയുള്ള എല്ലാ പേരുകളും, മൃഗങ്ങളുടെ പേരുകളും പക്ഷികളുടെ പേരുകളും ഒക്കെ ഇസ്മാണ്. പേരുകൾക്കാണ് ഇസ്മ എന്ന് പറയുന്നത്. ഇനി ഫിഅല് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഫിഅല് എന്നാൽ ക്രിയകൾ, ചെയ്യുന്ന വാക്കുകൾ. ഉദാഹരണത്തിന് നടന്നു, പോയി, വന്നു എന്നൊക്കെയുള്ള വാക്കുകൾ. അതിന് അറബിയിൽ മഷ, ദഹബ, ജാ, ജലസ, ഇരുന്നു, ഇരിക്കുന്നു, യജിലിസു, ഇങ്ങനെയുള്ള ഫിഅലുകൾ, പ്രവൃത്തികളൊക്കെ ഫിഅലുകൾ എന്ന് അറിയപ്പെടും. ഇനി മൂന്നാമത്തെ വിഭാഗമാണ് ഹർഫുകൾ. ഈ ഹർഫുകൾ ഒറ്റയ്ക്ക് വരികയില്ല, ഫിഅലുകളുടെയും ഇസ്മുകളുടെയും കൂടെ ചേർന്ന് വരുന്നതാണ് ഹർഫുകൾ. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പഠിച്ച ഈ 4 ഹർഫുകൾ നോക്കാം. ഇവയുടെ അർത്ഥങ്ങൾ അല. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ്. ഈ മേൽ എന്നത് ഒറ്റയ്ക്കൊരിക്കലും നമ്മൾ പറയുകയില്ല, മറിച്ച് അത് മറ്റേതെങ്കിലും വാക്കിൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം നമുക്ക് ക്ലിയറായി മനസ്സിലാകുകയുള്ളൂ. അലത്വാവിലെത്തി, മേശയുടെ മേൽ. ഓക്കെ. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. അപ്പോൾ ഇല ലേക്ക് എന്നുള്ള അർത്ഥമാണ്. ലേക്ക് എന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥം കിട്ടുകയില്ല, മറ്റൊരു വാക്കിൻ്റെ കൂടെ ചേരുമ്പോൾ അർത്ഥം വ്യക്തമായി. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. അതേപോലെ ഫിൽ ബുസ്താനി, പൂന്തോട്ടത്തിൽ. ഇൽ എന്ന് പറയാനാണ് ഫി ഉപയോഗിച്ചത്. മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന്. ഹിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടി മിൻ ഉപയോഗിച്ചു. അപ്പോൾ ഇങ്ങനെ മറ്റൊരു വാക്കിൻ്റെ കൂടെ പറഞ്ഞാൽ മാത്രം അർത്ഥം കിട്ടുന്ന വാക്കുകൾക്കാണ് ഹർഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 വാക്കുകളും ഹർഫുകളാണ് എന്ന് മനസ്സിലായല്ലോ. ശരി, ഇനി അടുത്ത ഘട്ടം, ഈ ഹർഫുകൾക്ക് മറ്റൊരു പേരുണ്ട്. അതായത് ഹർഫുകൾക്കുള്ളിൽ തന്നെ പലവിധം ഹർഫുകളുണ്ട്. അവയിൽപ്പെട്ട ഒരു വിഭാഗം ഹർഫുകളാണ് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന 4 ഹർഫുകൾ. ഈ ഹർഫുകൾക്ക് ഹുറൂഫുൽ ജർറ്, ജറിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്നു. അല, ഇല, മിൻ, ഫി എന്ന് നമ്മൾ പഠിച്ച ഈ 4 ഹർഫുകൾക്ക് ഹുറൂഫുൽ ജർറ്, ജറിൻ്റെ ഹർഫുകൾ എന്ന് പറയുന്നു. ജറിൻ്റെ ഹർഫുകൾ ഈ 4 എണ്ണം മാത്രമല്ല, ഇനിയുമുണ്ട്. തൽക്കാലം നമുക്ക് ഈ പാഠത്തിൽ ഈ 4 എണ്ണം മാത്രം പഠിക്കാം. എന്താണ് ജറ്? ജറ് എന്ന് പറഞ്ഞാൽ അതൊരു ഇഅ്റാബാണ്. ഇഅ്റാബ് നിങ്ങൾക്കറിയാമോ? എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ ഇഅ്റാബ് എന്താണെന്ന് പറഞ്ഞു തരാം. അറബിയിൽ നമ്മളൊരു സെൻറ്റൻസ് എടുത്താൽ ആ സെൻറ്റൻസിലെ ഓരോ വാക്കിനും ഓരോ ഇഅ്റാബ് ഉണ്ടാകും. ഓക്കെ. അറബിയിൽ ഒരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ ആ സെൻറ്റൻസിലെ ഓരോ വാക്കിനും ഓരോ ഇഅ്റാബ് ഉണ്ടാകും. നമുക്കിവിടെ ഈ ഒരു സെൻറ്റൻസ് ഉദാഹരണമായിട്ട് എടുക്കാം. അലത്താവിലത്തി കിതാബുൻ എന്ന സെൻറ്റൻസ്. ഇതിൽ 3 വാക്കുകളുണ്ട്. ഒന്ന് അല, അടുത്തത് ത്വാവിലത്തി, മൂന്നാമത്തത് കിതാബുൻ. ഈ 3 വാക്കുകൾക്കും ഓരോ ഇഅ്റാബ് ഉണ്ടാകും. അപ്പോൾ എന്താണ് ഈ ഇഅ്റാബ്? ഇഅ്റാബുകൾ 4 എണ്ണമുണ്ട്. ഏതൊക്കെയാണ് 4 ഇഅ്റാബുകൾ? നസ്ബ്, ജറ്, റഫ്അ്, ജസ്മ്. ഇതാണ് 4 ഇഅ്റാബുകൾ. അപ്പോൾ അറബിയിൽ നമ്മളൊരു സെൻറ്റൻസ് എടുക്കുകയാണെങ്കിൽ അതിലെ ഓരോ വാക്കിനും ഈ 4 ഇഅ്റാബുകളിൽ ഏതെങ്കിലും ഒരു ഇഅ്റാബ് ഉണ്ടാകും. ഇവിടെ 3 വാക്കുകളാണ് ഈ സെൻറ്റൻസിലുള്ളത്. അപ്പോൾ ഈ 3 വാക്കുകൾക്കും ഓരോ ഇഅ്റാബ് ഉണ്ടാകും. ഏതൊക്കെയാണ് 3 വാക്കുകൾ? അല, അത്താവിലെത്തി, കിതാബൻ. ഈ 3 വാക്കുകൾക്കും ഓരോ ഇഅ്റാബുണ്ട്. എല്ലാ വാക്കുകളുടെയും ഇഅ്റാബ് എന്താണ് എന്നുള്ളത് ഒറ്റയടിക്ക് പഠിക്കാൻ കഴിയില്ല. പകരം ചില വാക്കുകളുടെ ഇഅ്റാബ് എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ പഠിക്കാം. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ ഹുറൂഫുൽ ജറിൻ്റെ ശേഷം വരുന്ന വാക്കുകളുടെ ഇഅ്റാബാണ്. ഇവിടെ ഹുറൂഫുൽ ജറ് വന്നിരിക്കുന്നത് ഇസ്മുകളുടെ മുമ്പിലാണ്. അല, ഇല, മറ്റുള്ള ഫി, മിൻ എല്ലാം നോക്കിയാൽ നമുക്ക് കാണാം എല്ലാ ഹർഫ് ജറിൻ്റെയും ശേഷം വന്നിരിക്കുന്നത് ഇസ്മാണ്.
അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഹുറൂഫുൽ ജർറ് ഇസ്മുകൾക്ക് മുമ്പിലാണ് വരിക. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹുറൂഫുൽ ജറുകൾ അവയുടെ ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് എന്ന ഇറാബ് നൽകും. അതായത് ഒരു ഇസ്മിൻ്റെ മുമ്പിൽ ജറിൻ്റെ ഹർഫ് വന്നാൽ ആ ഇസ്മിൻ്റെ ഇറാബ് ജറാണ്. മനസ്സിലായോ? നമ്മൾ പറഞ്ഞു ഓരോ വാക്കിനും ഓരോ ഇറാബ് ഉണ്ടാകും. 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഇറാബ് ഓരോ വാക്കിനും ഉണ്ടാകും. അതിൽ ഹർഫ് ജറിൻ്റെ ശേഷം വരുന്ന വാക്കുകൾക്ക് ഇറാബ് ജറാണ്. ഇവിടെ ഹർഫ് ജറിൻ്റെ ശേഷം വന്ന വാക്ക് ത്വാവിലത്താണ്. അല എന്ന ഹർഫ് ജറിൻ്റെ ശേഷം അത്വാവിലത്ത് എന്ന ഇസ്മ വന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ത്വാവിലത്തിൻ്റെ ഇറാബ് എന്താണ്? ജറാണ്. കാരണം എന്താ? ഇതിൻ്റെ മുമ്പിൽ അല എന്ന ജറിൻ്റെ ഹർഫ് വന്നു. ഓക്കെ, ഇനി ഇവിടെ കിതാബുൻ എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ ഇറാബ് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. ഇപ്പോൾ ജറിൻ്റെ ഹർഫിൻ്റെ ശേഷമുള്ള വാക്കുകൾ മാത്രം പഠിക്കാം. ഇനി അടുത്ത സെൻറ്റൻസിൽ ഇല എന്നാണ് ജറിൻ്റെ ഹർഫ്. അതിൻ്റെ ശേഷം വന്നിരിക്കുന്ന വാക്ക് ഏതാണ്? അൽ മദ്രസത്താണ്. അൽ മദ്രസത്തിൻ്റെ ഇറാബ് എന്താണ്? ജറ്. കാരണം മദ്രസത്തിൻ്റെ മുമ്പിൽ ഇല എന്ന ജറിൻ്റെ ഹർഫ് വന്നിരിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസ് അൽ ബുസ്താൻ എന്ന വാക്കിൻ്റെ മുമ്പിലാണ് ജറിൻ്റെ ഹർഫ് വന്നത്. ഏതാണ് ജറിൻ്റെ ഹർഫ്? ഫി. അപ്പോൾ അൽ ബുസ്താനിൻ്റെ ഇറാബ് എന്താണ്? ജറാണ്. മുമ്പിൽ ജറിൻ്റെ ഹർഫായ ഫി വന്നതുകൊണ്ട്. ഇനി മിൻ എന്ന ജറിൻ്റെ ഹർഫ് വന്നത് മസ്ജിദ് എന്ന വാക്കിൻ്റെ മുമ്പിലാണ്. അപ്പോൾ മസ്ജിദിൻ്റെ ഇറാബ് ജറാണ്. ഇത്രയും മനസ്സിലായല്ലോ? ജറിൻ്റെ ഹർഫുകൾ ഇസ്മുകൾക്ക് മുമ്പിലാണ് വരിക. ജറിൻ്റെ ഹർഫ് ഏതെങ്കിലും ഒരു ഇസ്മിൻ്റെ മുമ്പിൽ വന്നാൽ ആ ഇസ്മിൻ്റെ ഇറാബ് ജറാണ്. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത കാര്യം, ഇറാബ് ജറാണെങ്കിൽ എന്ത് ചെയ്യണം? ഇറാബ് ജറാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നാൽ മതിയോ? എന്തെങ്കിലും ചെയ്യണ്ടേ? വേണം. ഇറാബ് ജറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ചുവന്ന നിറത്തിലുള്ള വാക്കുകൾ നിരീക്ഷിക്കാനാണ് മേലെ നമ്മളോട് പറഞ്ഞത്. ഇവിടെ ചുവന്ന നിറത്തിൽ ഈ വാക്ക് മാത്രമാണ് ഉള്ളത്. സൂക്ഷിച്ചു നോക്കിയാൽ ചുവന്ന നിറത്തിൽ മറ്റൊരാളെ കൂടി കാണാം. ഇവിടെ ത്വാവിലത്ത് എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായ ഈ താ ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലുള്ള കസർ, ആ കസറിൻ്റെ നിറം എന്താണ്? ചുവപ്പാണ്. അപ്പോൾ ഇവിടെ കൂടെ നമ്മൾ നിരീക്ഷിക്കണം. എന്തുകൊണ്ട് ഇതിന് ചുവപ്പ് നൽകി? അത് ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ ജറിൻ്റെ ഹർഫുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞു ഓരോ വാക്കിനും 4 ഇറാബുകളിൽപ്പെട്ട ഒരു ഇറാബ് നിർബന്ധമായും ഉണ്ടാകുമെന്ന്. അത്വാവിലത്ത് എന്നതിൻ്റെ ഇറാബ് ഇപ്പോൾ ജറാണ്. കാരണം എന്താ? ഇതിൻ്റെ മുമ്പിൽ അല എന്ന ജറിൻ്റെ ഹർഫ് വന്നിരിക്കുന്നു. അപ്പോൾ ഒരു വാക്കിൻ്റെ ഇറാബ് ജറായാൽ എന്ത് ചെയ്യണം എന്നാണ് പഠിക്കുന്നത്. ഒരു വാക്കിൻ്റെ ഇറാബ് ജറായാൽ നമ്മൾ ചെയ്യേണ്ടത് ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു വാക്കിൻ്റെ ഇറാബ് ജറാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകണം. ഇവിടെ അത്വാവിലത്ത് എന്ന വാക്കിൻ്റെ ഇറാബ് ജറാണ്, അല മുമ്പിൽ വന്നതുകൊണ്ട്. ജറായതുകൊണ്ട് ഈ ത്വാവിലത്തിൻ്റെ അവസാനത്തെ അക്ഷരമായ താഇന് കസർ നൽകിയിരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇവിടെ അൽ മദ്രസത്ത് എന്ന വാക്കാണ് ജറിൻ്റെ ഹർഫിൻ്റെ ശേഷം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അൽ മദ്രസത്തിൻ്റെ ഇറാബ് ജറാണ്. ഇറാബ് ജറാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകണം. ഇവിടെ അൽ മദ്രസ എന്ന വാക്കിൻ്റെ ഇറാബ് ജറാണ്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ അക്ഷരമായ താഇന് കസർ നൽകിയിരിക്കുന്നു. അടുത്ത സെൻറ്റൻസ് ഫിൽ ബുസ്താനി. ഇവിടെ അൽ ബുസ്താൻ എന്ന ഇസ്മിൻ്റെ ഇറാബ് ജറാണ്. കാരണം മുമ്പിൽ ഫി വന്നു. ഇറാബ് ജറായതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ നൂനിന് കസർ നൽകിയിരിക്കുന്നു. അടുത്ത വാക്ക് അൽ മസ്ജിദ് എന്ന ഇസ്മിൻ്റെ ഇറാബ് ജറാണ്. കാരണം എന്താ? അതിൻ്റെ മുമ്പിൽ മിൻ വന്നു. അപ്പോൾ അൽ മസ്ജിദിൻ്റെ ഇറാബ് ജറായതുകൊണ്ട് ഇതിൻ്റെ അവസാനത്തെ അക്ഷരമായ ദാലിന് കസർ നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് എന്ന് ഒന്നുകൂടെ
വേഗം പറഞ്ഞു നോക്കാം. അറബിയിൽ ഒരു സെൻറ്റൻസിലെ ഓരോ വാക്കിനും ഓരോ ഇറാബ് ഉണ്ടാകും. ഇറാബ് എത്ര എണ്ണമാണ്? 4 എണ്ണം. നസ്ബ്, ജറ്, റഫ്, ജസ്മ്. ഇതിലേതെങ്കിലും ഒരു ഇറാബ് എല്ലാ വാക്കുകൾക്കും ഉണ്ടാകും. ഇനി ജറിൻ്റെ ഹർഫുകൾ എന്ന പേരിൽ ഒരു വിഭാഗം ഹർഫുകളുണ്ട്. ആ ഹർഫുകളിൽപ്പെട്ട ഹർഫുകളാണ് അല, ഇല, മിൻ, ഫി എന്നിവ. ഈ ജറിൻ്റെ ഹർഫുകൾ ഇസ്മുകൾക്ക് മുമ്പിലാണ് വരുന്നത്. ജറിൻ്റെ ഹർഫ് ഒരു ഇസ്മിന് മുമ്പിൽ വന്നാൽ ആ ഇസ്മിൻ്റെ ഇറാബ് ജറാണ്. 4 എണ്ണത്തിൽ ജറാണ് ആ ഇസ്മിൻ്റെ ഇറാബ്. ഇറാബ് ജറാണെങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകണം. ഇത്രയുമാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. താഴെ ഒരു പ്രവർത്തനം കൊടുത്തിരിക്കുന്നു. നുറാജി ഉൻ നസ. പാഠഭാഗം നമുക്ക് ഒരിക്കൽ കൂടെ വായിച്ചു നോക്കാം. നസു മീൻസ് നമ്മൾ പഠിച്ച പാഠഭാഗം. വനഖ്താറു മിൻഹ, എന്നിട്ട് അതിൽ നിന്നും തിരഞ്ഞെടുക്കാം ഹുറൂഫൽ ജർജി, ജറിൻ്റെ ഹർഫുകൾ. വൽ അസ്മാ അൽ മജ്റൂറത്ത, ജറ് ചെയ്യപ്പെട്ട ഇസ്മുകളും. ജറ് ചെയ്യപ്പെട്ട ഇസ്മ്. ജറ് ചെയ്യപ്പെട്ട ഇസ്മ് എന്ന് പറഞ്ഞാൽ ജറിൻ്റെ ഹർഫുകൾക്ക് ശേഷം വന്ന ഇസ്മുകൾ. അത് കണ്ടെത്തിയിട്ട് ഈ 2 കോളങ്ങളിലായിട്ട് എഴുതണം. ഒന്നാമത്തെ കോളത്തിൽ ഹർഫുൽ ജർ, ജറിൻ്റെ ഹർഫ് എഴുതുക. രണ്ടാമത്തെ കോളത്തിൽ അൽ ഇസ്മുൽ മജ്റൂറു, ജറ് ചെയ്യപ്പെട്ട ഇസ്മ് എഴുതുക. അതായത് ജറിൻ്റെ ഹർഫിന് ശേഷം വരുന്ന ഇസ്മ്. ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ഇല ബൈത്തിഹി. ഇല എന്നതാണ് ഇവിടെ ജറിൻ്റെ ഹർഫ്. ബൈത്തിഹി, ബൈത്തിഹി ഹി എന്ന് വേണ്ട, ബൈത്തി എന്ന് മാത്രം മതി. ഇവിടെ ഇലയുടെ ശേഷം വന്ന വാക്കേതാണ്? ബൈത്തി എന്നതാണ്. അപ്പോൾ ബൈത്തി എന്നതിൻ്റെ ഇറാബ് ജറാണ്. കാരണം ഇല മുമ്പിൽ വന്നു. ജറായതുകൊണ്ട് എന്ത് ചെയ്തു? ബൈത്തി എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരമായ തായിന് കസ്ർ നൽകി. ഹി എന്നത് മറ്റൊരു വാക്കാണ്, അത് എഴുതേണ്ടതില്ല. ഇനി നമുക്ക് നസ്സു നോക്കാം, പാഠഭാഗം നോക്കാം. അതിൽ നിന്നും ജറിൻ്റെ ഹർഫുകളും മജ്റൂറായ ഇസ്മുകളും കണ്ടെത്താം. റാത്ത മസായിൻ റജഅ വലദുൻ ഇലാ ബൈത്തിഹി. ഇതാണ് അവിടെ ഉദാഹരണം കൊടുത്തത്. ഹസീനൻ ലിഅന്നഹു സമിഅ മിൻ മുദരിസതിഹി. മിൻ മുദരിസതിഹി, ഇവിടെ ഒരു ജറിൻ്റെ ഹർഫ് കാണുന്നുണ്ട്. മിൻ എന്നത് ജറിൻ്റെ ഹർഫാണ്. അപ്പോൾ ഇതിൻ്റെ ശേഷം വന്ന മജ്റൂറായ, ജറ് ചെയ്യപ്പെട്ട, മജ്റൂർ മീൻസ് ജറ് ചെയ്യപ്പെട്ട, ജറ് ചെയ്യപ്പെട്ട ഇസ്മ ഏതാണ്? മുദരിസത്തി. ഹി വേണ്ട, മുദരിസത്തി. ഓക്കെ. അപ്പോൾ മുദരിസത്തി എന്ന വാക്കിൻ്റെ ഇറാബ് ഇപ്പോൾ ജറാണ്. കാരണം മുമ്പിൽ മിൻ എന്ന ജറിൻ്റെ ഹർഫ് വന്നിരിക്കുന്നു. ഇറാബ് ജറായതുകൊണ്ട് തന്നെ മുദരിസത്തിൻ്റെ അവസാനത്തെ അക്ഷരമായ തായിന് കസ്ർ നൽകിയിരിക്കുന്നു. അടുത്തത് അൻ അത്ഫാലിൻ, കുട്ടികളെ കുറിച്ച്. അൻ എന്നതും ജറിൻ്റെ ഹർഫാണ്. നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും ഇതും ജറിൻ്റെ ഹർഫാണ്. അൻ കുറിച്ച്, അൻ അത്ഫാലിൻ കുട്ടികളെ കുറിച്ച്. അപ്പോൾ അൻ എന്ന ജറിൻ്റെ ഹർഫിൻ്റെ ശേഷം വന്നിരിക്കുന്ന ഇസ്മ് അത്ഫാൽ കുട്ടികൾ എന്നതാണ്. അതുകൊണ്ട് അത്ഫാലിൻ്റെ ഇറാബ് ജറാണ്. ഇറാബ് ജറായതുകൊണ്ട് അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകി. അടുത്തത് ലിഷുർബി. ലി എന്നതും ജറിൻ്റെ ഹർഫാണ്. ലി എന്ന് പറഞ്ഞാൽ വേണ്ടി. ലിഷുർബി, ഷുർബ് മീൻസ് കുടിക്കൽ. ലിഷുർബി കുടിക്കലിന് വേണ്ടി, അതായത് കുടിക്കാൻ വേണ്ടി. ഇവിടെ ഷുർബ് എന്ന വാക്ക് മജ്റൂറാണ്, ഇസ്മുൻ മജ്റൂറാണ്, അതായത് ജറ് ചെയ്യപ്പെട്ട വാക്കാണ്. മീൻസ് ഇറാബ് ജറാണ്. എന്തുകൊണ്ടാണ് ജറായത്? മുമ്പിൽ ലി എന്ന ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ട്. ഓക്കെ, ജറായതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ ബായിന് കസ്ർ നൽകിയിരിക്കുന്നു. അടുത്ത വീണ്ടും ബിക്ക. ബി എന്നതും എന്താണ്? ജറിൻ്റെ ഹർഫാണ്. ബി എന്ന് പറഞ്ഞാൽ കൊണ്ട്. ബിക്ക നിന്നെ കൊണ്ട്, അല്ലെങ്കിൽ നിന്നിൽ. മാ ബിക്ക നിനക്കെന്ത് പറ്റി എന്നാണ് നമ്മളിവിടെ അർത്ഥം പറഞ്ഞത്. ശരിയർത്ഥം ബി കൊണ്ട് എന്നാണ്. കതബ്തു ബിൽ കലമി, ഞാൻ പേന കൊണ്ട് എഴുതി, ആ രൂപത്തിൽ. അങ്ങനെ സന്ദർഭമനുസരിച്ച് ബിയുടെയൊക്കെ അർത്ഥം മാറി മാറി വരും. ഓക്കെ, ഇവിടെ ഏതായാലും ബിയുടെ ശേഷം വന്ന ഇസ്മുൻ മജ്റൂർ ഏതാണ്? ക എന്നതാണ് ബിയുടെ ശേഷം വന്ന ഇസ്മുൻ മജ്റൂർ, ജറ് ചെയ്യപ്പെട്ട ഇസ്മ്. നമ്മൾ പറഞ്ഞു ഇറാബ് ജറാണെങ്കിൽ, ജറ് ചെയ്യപ്പെട്ടു എങ്കിൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകണം എന്ന് പറഞ്ഞു. ഇവിടെ ക എന്ന ഇസ്മിന് ആകെ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ, ക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് കസ്ർ നൽകിയിരിക്കുന്നത് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല? അത് നമുക്ക് പിന്നീട് പഠിക്കാം. എന്തുകൊണ്ടാണ് ബി എന്ന ജറിൻ്റെ ഹർഫിന് ശേഷം വന്നിട്ടും ക എന്ന വാക്കിന്
കസർ നൽകാത്തത് എന്ന്. അതേപോലെ അടുത്തത് ഫി ഇഫ്രീഖിയ, ആഫ്രിക്കയിൽ. ഇവിടെ ഫി എന്നത് ജറിൻ്റെ ഹർഫാണ്. ജർ ചെയ്യപ്പെട്ട ഹർഫ് ഏതാണ്? ഇസ്മുൽ മജ്റൂർ അഫ്രീഖിയ എന്നതാണ്. ഇറാബ് ജറാകുമ്പോൾ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് കസർ നൽകണം. അഫ്രീഖിയാന് കസർ കാണുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇതിന് കസർ കാണാത്തത് എന്നുള്ളത് നമുക്ക് പിന്നീട് പഠിക്കാം. മിനസ്സിഗാരി, കുട്ടികളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ അല്ലേ. ഇവിടെ സിഗാർ എന്നതാണ് ഇസ്മുൻ മജ്റൂർ, ജർ ചെയ്യപ്പെട്ട ഇസ്മ്. കാരണം മുമ്പിൽ മിൻ എന്ന് വന്നിരിക്കുന്നു. ഓക്കെ, മിൻ എന്ന ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ട് ഇറാബ് ജറായി. അതുകൊണ്ട് അവസാനത്തെ അക്ഷരമായ റായിന് കസർ നൽകി. ലിഷുർബി വീണ്ടും വന്നു. ശരി, ഇത്രയുമാണ് ഈ പാഠത്തിൽ ജറിൻ്റെ ഹർഫുകളും അതിനുശേഷം വന്ന ഇസ്മുകളും ഉള്ളത്. അത് നമ്മൾ ഇവിടെ എഴുതണം. ഇനി നുലാഹിൽ സുവറ, ചിത്രം നിരീക്ഷിക്കാം. വനുക്കുമിലുൽ ജുമല, എന്നിട്ട് ജുംലയുടെ ജമ്മാണ് ജുമൽ, അതായത് വാക്യങ്ങൾ നുക്മിലു പൂരിപ്പിക്കാം. ബിസ്തിഖ്ദാമിൽ ഹുറൂഫി മിനൽ മുറബ്ബഇ, ചതുരത്തിൽ നിന്നും ഹർഫുകൾ ഉപയോഗിച്ചുകൊണ്ട്. ബിസ്തിഖ്ദാമി മീൻസ് യൂസിങ്, ഉപയോഗിച്ചുകൊണ്ട്. അൽ ഹുറൂഫ് ഹർഫുകൾ, മിനൽ മുറബ്ബഇ ചതുരത്തിൽ നിന്നും, ഇതിൽ നിന്നും എടുത്തുകൊണ്ട് ഉപയോഗിക്കണം. ഇവിടെ ഏതൊക്കെയാണുള്ളത്? നമ്മൾ പഠിച്ച 4 ഹർഫുകൾ. മിൻ എന്ന് പറഞ്ഞാൽ ഹിൽ നിന്ന്, ഫ്രം എന്നുള്ള അർത്ഥമാണ്. ഫി, ഇൻ, ഹിൽ. ഇല, ടു, ലേക്ക്. അല, ഓൺ, മേൽ. ഇനി ഉദാഹരണം ഒന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. അൽ മിസാൽ, അലശജറത്തി ഉഷുൻ, മരത്തിൻ്റെ മേലെ കിളിക്കൂട് ഉണ്ട്. അലശജറത്തി, മരത്തിൻ്റെ മേലെ, ഉഷുൻ, ഒരു കൂടുണ്ട്. ഓക്കെ, ഇവിടെ അശജറത്ത് എന്നുള്ളത് ഇസ്മുൻ മജ്റൂറാണ്, ജർ ചെയ്യപ്പെട്ട ഇസ്മാണ്. അതായത് ഷജറത്തിൻ്റെ ഇറാബ് എന്താണ്? ജറാണ്. എന്തുകൊണ്ടാണ് ഷജറത്തിൻ്റെ ഇറാബ് ജറായത്? മുമ്പിൽ അല എന്ന ജറിൻ്റെ ഹർഫ് വന്നതുകൊണ്ട്. ഇറാബ് ജറായതുകൊണ്ട് എന്ത് ചെയ്തു? ഷജറത്തിൻ്റെ അവസാനത്തെ അക്ഷരമായ താഇന് കസ്ർ നൽകി. ഇതേപോലെ മറ്റുള്ള വാക്കുകൾ ഇവിടെ പൂരിപ്പിക്കണം. അസ്സമക്കു, മത്സ്യം, ഡേഷ് അൽമായി, വെള്ളത്തിലാണ്. മത്സ്യം വെള്ളത്തിലാണുള്ളത് എന്നാണ് സെൻറ്റൻസ്. വെള്ളത്തിൽ എന്ന് പറയാൻ വേണ്ടി നമ്മൾ എന്തുപയോഗിക്കും? ഫി എന്ന ജറിൻ്റെ ഹർഫ് ഉപയോഗിക്കും. അപ്പോൾ ഫി ഇവിടെ എഴുതുക. അസ്സമക്കു ഫിൽ മായി, മത്സ്യം വെള്ളത്തിലാണ്, മീൻസ് വെള്ളത്തിലാണുള്ളത്. മാ എന്നതാണ് ജർ ചെയ്യപ്പെട്ട വാക്ക്. അടുത്ത സെൻറ്റൻസ്, അൽ കിതാബു ഡേഷ് അത്താവിലത്തി, പുസ്തകം താവിലത്തിൻ്റെ മേൽ ആണുള്ളത്. മേൽ എന്നുള്ളതിന്, ഓൺ എന്നുള്ളതിന് അല. അൽ കിതാബു അലത്താവിലത്തി, പുസ്തകം മേശയുടെ മേലാണ്. അടുത്തത് തർജിഉ ത്വാലിബത്തു മിനൽ മദ്രസത്തി, വിദ്യാർത്ഥിനി സ്കൂളിൽ നിന്നും മടങ്ങുന്നു. തർജിഉ, മടങ്ങുന്നു. അത്വാലിബത്തു, വിദ്യാർത്ഥിനി, മിനൽ മദ്രസ, സ്കൂളിൽ നിന്നും. യദ്ഹബുൽ വലദു ഡേഷ് അൽ മൈദാനി, ഇലൽ മൈദാനി, മൈദാൻ എന്നത് ജർ ചെയ്യപ്പെട്ടു, ഇല മുമ്പിൽ വന്നതുകൊണ്ട്. എങ്ങനെയാണ് ജർ ചെയ്തത്? അവസാനത്തെ അക്ഷരത്തിന് കസ്ർ നൽകിക്കൊണ്ട്. ഇനി നുമാരിസുൽ ഖത്ത്, ഇവിടെ എഴുത്ത് പരിശീലിക്കണം. ഇതോടെ ഈ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ പറയാം.